പരാധീനതകൾക്ക് നടുവിൽ അടിമാലി താലൂക്ക് ആശുപത്രി. തോട്ടം തൊഴിലാളികളും ആദിവാസികളും ആശ്രയിക്കുന്ന ഈ ആശുപത്രിയിൽ സ്കാനിങ്ങും എക്സ്റേ സംവിധാനവും പ്രവർത്തിക്കുന്നില്ല. കിടപ്പ് രോഗികളെ വീൽ ചെയറിലിരുത്തി നടുറോഡിലൂടെ തള്ളിയാണ് സ്വകാര്യ ലാബുകളിലേക്ക് എത്തിക്കുന്നത്. ആശുപത്രിക്കായുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ സ്ഥലപരിമിതിയും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയാൽ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്ന വേദനിപ്പിക്കുന്ന മറ്റൊരു കാഴ്ചയാണിത്. ഇത് എങ്ങോട്ട് പോയത്? എക്സ്റേ എടുക്കാൻ പോകാം, ഇവിടെ ഇല്ല. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി അടക്കമുള്ള മേഖലകളിലെ ആളുകൾക്ക് ഏക ആശ്രയമാണ് അടിമാലി താലൂക്ക് ആശുപത്രി. കഴിഞ്ഞ ഒറ്റ മാസം ഇവിടെ ചികിത്സ തേടിയെത്തിയത് 22,885 പേര്. പക്ഷേ വരുന്ന രോഗികൾക്കൊക്കെ ആശ്രയം സ്വകാര്യ ലാബുകളും മെഡിക്കൽ സ്റ്റോറുകളും. ഇതിന് പണമില്ലാത്തവർ ചികിത്സ പാതി വഴിയിൽ മതിയാക്കി മടങ്ങുന്നതും മറ്റൊരു കാഴ്ച. ഇവിടെയുണ്ട്, എക്സ്റേ പുറത്തെടുക്കണം, പൈസ കൊള്ളില്ല, തികയില്ല. സൗകര്യങ്ങളുടെ പരിമിതിയിൽ പല രോഗികളെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യും. ഇതിനുള്ള പണമില്ലാത്തതിനാൽ ഇവരും തുടർ ചികിത്സ മാറ്റിവെക്കുന്നു. ഞാനിവിടെ ആശുപത്രിയിൽ വന്നത് എനിക്ക് കണ്ണ് പരിശോധിക്കണം, കണ്ണ് സ്കാൻ ചെയ്യണം. സ്കാനിങ് ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ പുറത്ത് അന്വേഷിച്ചപ്പോൾ 3000 രൂപ സ്കാനിങ്ങിന് വേണം. ഇപ്പോൾ ആ കണ്ണിലൊരു ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ഇഞ്ചക്ഷത്തിന് ഞാൻ പുറത്ത് അന്വേഷിച്ചപ്പോൾ 10 രൂപയുടെ മേളിൽ ചോദിക്കുന്നുണ്ട്. എന്നെക്കൂടെ നിർവാഹമില്ല. ആവശ്യത്തിന് മരുന്നും മറ്റ് സംവിധാനങ്ങളുമില്ല. ഇത് മാത്രമല്ല, പരിമിതിക്കുള്ളിൽ വീർപ്പുമുട്ടുകയാണ് ഈ ആശുപത്രി. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം 2020 ആരംഭിച്ചെങ്കിലും ഇതുവരെ പൂർത്തിയായിട്ടില്ല. മോർച്ചറിയിലേക്കുള്ള ഭാഗത്തു പോലും മഴ പെയ്ത് വെള്ളക്കെട്ട് രൂക്ഷമായി. മോർച്ചറിയിൽ നിന്നുള്ള മലിനജലം ഒഴുക്കിവിടുന്നത് സമീപത്തെ തോട്ടിലേക്ക്. സ്കാനിങ്ങിനായി കെട്ടിടം നിർമ്മിക്കുവാൻ 12 ലക്ഷവും മിഷനറികൾ വാങ്ങുവാൻ 80 ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്ത് നീക്കിവെച്ചിട്ടുണ്ട്. എന്നാൽ സർക്കാർ ഇടപെടലുകൾ ഇല്ലാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണമെന്നാണ് ഉയരുന്ന ആരോപണം. എല്ലാ സംവിധാനങ്ങളും ഈ ആശുപത്രിയിലുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും സേവനം ഇവിടെ എത്തുന്ന രോഗികൾക്ക് കിട്ടുന്നില്ല. ആരോഗ്യവകുപ്പിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് നാട്ടുകാരടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.